വൃത്തികെട്ടവനും മനസാക്ഷിയില്ലാത്തവനുമായിട്ടുള്ള നെവിന്റെ പന്നക്കളി ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഈ നാറിയവനെ പെട്ടെന്ന് തന്നെ പുറത്താക്കിക്കോണം. ഇവൻ ഇന്ന് ഷാനവാസിനോട് കാണിച്ചത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇവനോട് ക്ഷമിക്കാനും പറ്റാത്ത രീതിയിലാണ് ഇവന്മാർ കാണിക്കുന്നത്. അതിൽ ഏറ്റവും മുഖ്യമായി നിൽക്കുന്നത് ഈ പറയുന്ന നെവിനാണ്. രാവിലെ ഒരു പാത്രം കഴുകിയില്ല, ആ പാത്രത്തിൽ എന്തോ ഒരു പൊടി ഇത് എന്തോ ഒന്ന് അടുക്കിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ രാവിലെ തുടങ്ങിയത്. ഇവന്മാർ ഭക്ഷണം ഉണ്ടാക്കത്തില്ലെന്ന്. എന്നാൽ അതിൻ്റെ അകത്ത് ഒന്നുമില്ല. അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ എന്തുവാ, ഒരു കാര്യം പോലും കാണുന്നില്ല. അതിൻ്റെ അകത്ത് ചെറുതായിട്ട് ലെൻസ് വെച്ച് നോക്കുമ്പോൾ പോലും കാണാത്ത പോലത്തെ ഒരു സാധനം. എന്നിട്ട് ഇവന്മാർ അത് പിടിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന രീതിയിൽ ഇവന്മാർ അതിനെ മാറ്റിമറിക്കുകയാണ്. അത് ബിഗ് ബോസ് തന്നെ എടുത്തു കാണിക്കുന്നുണ്ട്. ഈ അഴുക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് സൈഡിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കണം, അതാണ് അഴുക്ക്. ഇത് ചുമ്മാതെ എന്തോ ഒരു പൊടി, ആ പൊടി ഒരു വെള്ളം ഒഴിച്ച് എടുത്തു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. അതല്ല ഇവരുടെ വിഷയം. ഇവർക്ക് ഇന്നും ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, അവിടെ ഉള്ളവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഇവന്മാർക്ക് താല്പര്യവുമില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നവന്മാരുടെ ഗുണ്ടായുസം അവിടെ കിടന്ന് വിളയാടുന്നത്. ഇവന്മാർ ക്യാപ്റ്റന്മാരാന്ന് പറഞ്ഞുകൊണ്ട് കയറിയ നെവിനും ആര്യനും അതോടൊപ്പം തന്നെ അക്ബറും ഇവന്മാരുടെ 3 പേരുടെ വിളയാട്ടവും വൃത്തികേടുമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇന്നലെ ഇവര് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തതിന്റെ വിഷയത്തിൽ വീട്ടിലുള്ള മറ്റുള്ളവർ വഴക്കുണ്ടാക്കിയിരുന്നു. അതിന്റെ ഒരു ഫ്രസ്ട്രേഷനും അതിന്റെ ഒരു ഇതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി യുവമാരുണ്ടാക്കിയ ഒരു ഡ്രാമയാണ് രാവിലത്തെ ഈ ഒരു നാടകം. ഇതിന്റെ അകത്ത് പെട്ടുപോയത് ഈ പറയുന്ന ഷാനവാസ് തന്നെയാണ്. രാവിലെ ഇവന്മാര് ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവിടെ നാടകം ഉണ്ടാക്കിയപ്പോൾ ഇവന്മാർക്കുള്ളത് ഉണ്ടാക്കാനായിട്ട് ഇവന്മാര് പോകുന്നു. അപ്പോൾ ഈ പറയുന്ന നൂറ പറയുന്നു ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നൂറ പോയി ഫുഡ് ഉണ്ടാക്കാൻ പോയപ്പോൾ ഇവന്മാര് ഫ്രിഡ്ജിലിരുന്ന പാല്, തൈര് അങ്ങനെ തുടങ്ങി പിന്നെ ഇത് പറയുന്ന പനീർ ഇതെല്ലാം എടുത്തോണ്ട് ഇവന്മാര് അവിടെ ഒളിപ്പിക്കുന്നു ഇവിടെ ഒളിപ്പിക്കുന്നു എടുത്തോണ്ട് പോകുന്നു. അപ്പൊ ഷാനവാസ് പറയുന്നു നിങ്ങൾ എന്താണ്, നിങ്ങൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കത്തില്ലയോ എന്ന് ഷാനവാസ് ഈ നെവിനോടും അതോടൊപ്പം തന്നെ ഈ അക്ബറിനോടും ആരിനോടും ചോദിക്കുമ്പോൾ ഇവർ പറയുന്നു, ഈ നെവിൻ പറയുന്നു ഉണ്ടാക്കത്തില്ല എന്ന്, പാത്രം കഴുകാതെ ഉണ്ടാക്കത്തില്ലെന്ന്. അനുമോള് പറയുന്നു ഞാൻ പാത്രം കഴുകത്തില്ല. അങ്ങനെ ഒരു പിടിയിൽ നിന്നു അനുമോള്. അപ്പൊ ഈ പറയുന്ന നൂറ ഈ ഭക്ഷണം ഉണ്ടാക്കാൻ നേരത്ത് ഇവർ ഈ ഫുഡും സാധനങ്ങളും ഒക്കെ എടുത്തോണ്ട് പോവുകയാണ്. അപ്പൊ ഈ പറയുന്ന ഈ ഷാനവാസ് ആ ഫുഡെ കയറി പിടിച്ചിട്ട് ഷാനവാസ് അങ്ങോട്ട് പോകുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നറിയാം, ഈ നെവിൻ, ഈ വൃത്തികെട്ടവൻ, ഈ കള്ളൻ, ഇവനാണെങ്കിൽ ഈ പറയുന്ന പാലെടുത്ത് അവന്റെ ഈ പറയുന്ന ഷാനവാസിന്റെ ദേഹത്തൊഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തലയെ കുടയുന്നു, എടുത്തെറിയുന്നു. ഷാനവാസിന്റെ ഇവിടെയാണ് കൊണ്ടത്, ഷാനവാസിന്റെ നെഞ്ചത്ത് കൊണ്ടു, ഷാനവാസ് അവിടെ വീഴുന്നു. ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ചെറുതായി ഞാൻ കാണിക്കാം. എന്നിട്ട് ഇവന്മാര് ഈ വൃത്തികെട്ട കള്ളനായിട്ടുള്ള നെവിനും ഈ പറയുന്ന പാൽക്കുപ്പി ആര്യനും ഈ പറയുന്ന മാനിപ്പുലേഷന്റെ അങ്ങേയറ്റമായിട്ടുള്ള അക്ബറും പറയുകയാണ് ഈ പറയുന്ന ഷാനവാസ് നാടകം കളിച്ചാണെന്നും അദ്ദേഹത്തിന്റെ പിന്നെ ചീപ്പ് ഡ്രാമയാണെന്നും പറയുകയാണ് ഈ വൃത്തികെട്ടവന്മാര്. ഇവന്മാര് പറയുകയാണ് അങ്ങനെ അങ്ങ് വിട്ടേര്, കുറച്ചു നേരം കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകുമെന്നാണ് ഇവന്മാര് പറയുന്നത്. അന്നേരം പോയി അനീഷ് പോയി പിടിക്കുന്നുണ്ട്. എന്ത് വെച്ച് ഷാനവാസ് എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് പൊക്കാനായിട്ട് നോക്കുന്നു. അനീഷ് ഈ ഒരു വഴക്കിന്റെ ഇടയിൽ കയറി ഇവരെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. ആ സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അനീഷിന് ഷോക്കായി പോയി. അനീഷ് അതുകൊണ്ടാണ് ഈ ഷാനവാസ് എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുമ്പോൾ ഷാനവാസിനോട് ആരെങ്കിലും വഴക്കുണ്ടാക്കുമ്പോൾ ഇടയിൽ കയറി അത് എടുത്തു മാറ്റുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് അനീഷിന് കൃത്യമായിട്ട് അറിയാം. അനീഷിന് ഈ ഷാനവാസിന്റെ വിഷയങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. എന്നിട്ട് ഇവന്മാർ പറയുകയാണ് അത് നാടകമാണെന്നും ഇമാര് പറയുകയാണെന്ന് അവിടെ കിടന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമെന്നും. അത് കഴിഞ്ഞ് ഈ പറയുന്ന ബിഗ് ബോസ് വിളിച്ച് പറയുന്നു കയ്യാങ്കളി വേണ്ടാന്ന് പറയുന്നു. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു ഈ പറയുന്ന ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരാൻ. ഷാനവാസ് കുറച്ചു നേരം അങ്ങോട്ട് നടന്നു വന്നിട്ട് പിന്നെയും ഷാനവാസ് അവിടെ ഇരിക്കുന്നു, കുറച്ച് വെള്ളം വേണമെന്ന് പറയുന്നു. ആ സമയത്ത് ഇവർ ഈ വലിയ ബോട്ടിലുണ്ടല്ലോ അതിലൊക്കെ വെള്ളം കൊണ്ടു കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ അവിടെ ഉള്ളവന്മാരോട് എനിക്ക് വെറുപ്പാണ് തോന്നിയത്. അങ്ങനെയാണോ ഒരാൾ വെള്ളം കൊടുക്കാൻ പോകുന്നത്? അദ്ദേഹത്തിന്റെ നെഞ്ച് വേദന എടുത്ത് ആ നെഞ്ച് പിടിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ഒരു ഗ്ലാസ്സിൽ കൊണ്ട് വെള്ളം കൊടുക്കണം. ഇനിയായാലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കുടിക്കാൻ പറ്റുമോ? ആ വെള്ളം നിറച്ചുകൊണ്ട് അങ്ങോട്ട് കൊടുത്തെങ്കിൽ അങ്ങനെ ഇങ്ങനെയും ഒന്ന് നാക്കലും തൊട്ടേനെ, അപ്പോഴേ അങ്ങേർക്ക് ഒരു ആശ്വാസം കിട്ടും. ഇതൊന്നും മനസ്സിലാക്കാത്ത കുറെ എണ്ണം നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇനി ഇത് പഠിപ്പിക്കണം. അല്ലാതെ മറ്റുള്ളതല്ല, ഒരു മനുഷ്യന്റെ ജീവൻ എങ്ങനെ രക്ഷിക്കണം എന്നുള്ളതൊക്കെ ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കണം. ഇതൊക്കെ അത്യാവശ്യമാണ്. ഇന്ന് ഞാൻ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണിത്. അവിടെ നിന്നവര് ഈ പറയുന്ന ഷാനവാസ് വിറയ്ക്കുമ്പോൾ ഈ ബിഗ് ബോസ് പറയുന്നു കൺഫെഷൻ റൂമിൽ കൊണ്ടുപോവാ. അനീഷ് പറയുന്നു പെട്ടെന്ന് എഴുന്നേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഈ നിക്ക് അനീഷ് ഏട്ടാ അവിടെ നിക്ക് കിടക്കെന്നൊക്കെ പറയുമോ ഈ സാബുമോനൊക്കെ. സാബുമോനും അനീഷൂടെ പിടിച്ചോണ്ട് പെട്ടെന്ന് കൊണ്ടുപോകണ്ടേ? ഈ പറയുന്ന നാരുകള് ഇവന്മാര് 3 എണ്ണം ഉണ്ടല്ലോ തടിമുടുക്കുള്ളവന്മാര്. ഈ പറയുന്ന ഷാനവാസിന്റെ ഈ അസുഖം കൃത്യമായിട്ട് അറിയുന്നവനാണ് ഈ അക്ബറിന്റെ മുമ്പിൽ ഈ ഒരു അസുഖത്തിന്റെ പേരും പറഞ്ഞ് ഈ പറയുന്ന ഷാനവാസ് കരഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നാറി പറയണോ ഇങ്ങനെ ആക്ടിങ് ആണെന്ന്? ഇവൻ അതിന് കൂട്ടു നിൽക്കാമോ? അപ്പൊ ഇവന്റെയൊക്കെ മനസ്ഥിതി എത്രയുണ്ടെന്ന് എന്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. വളരെ വിഷമത്തോടും സങ്കടത്തോടും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതുപോലുള്ള നെറുകെട്ടവന്മാർക്ക് വോട്ട് ചെയ്യുന്ന ഓരോ പ്രേക്ഷകരും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. സത്യമല്ല ഞാൻ ഈ പറയുന്നത്.
അവൻ പോലും അന്നാ പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പൊക്കി എടുത്തോണ്ട് അവനെ കൊണ്ടുപോണ്ടേ. ബിഗ് ബോസ് 4-5 ഈട് പറഞ്ഞു പെട്ടെന്ന് കൊണ്ടുവരൂ എന്ന്. അപ്പൊ ഈ പറയുന്ന ഷാനവാസ് എഴുന്നേക്കാൻ പറ്റാതെ അവിടെ നിന്ന് കിടക്കുകയാണ്. അനീഷ് പലവട്ടം പറഞ്ഞു ഷാനവാസ് എഴുന്നേക്കെന്ന് പറഞ്ഞു. എന്നിട്ടും ഈ പറയുന്ന മറ്റുള്ളവര് അവിടെ തന്നെ കിടക്കുന്നു, വിറക്കുകയാണ്, കുറച്ച് കഴിയട്ടെന്ന് പറയുന്നു. പിന്നെ അവർ ഗ്ലാസ്സിൽ വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അനീഷ് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസ് ഞങ്ങൾ ഇവിടുന്ന് മാറാം, ബിഗ് ബോസ് ഡോക്ടറിനെ ഇങ്ങോട്ട് വിട്, ഷാനവാസ് വരുന്നില്ല എന്നൊക്കെ അനീഷ് അവിടെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ബിഗ് ബോസ് പിന്നെയും പറയുന്നു ഷാനവാസിനെ കൊണ്ട് പെട്ടെന്ന് കൊണ്ടുവരൂ, കൺവെൻഷൻ റൂമിലേക്ക് കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ ഇവന്മാര് വന്ന് ഈ പറയുന്ന ഷാനവാസിനെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ അനുമോളും ആദിലയും നൂറയും കൂടെ പറഞ്ഞു തൊട്ടുപോയിക്കരുതെന്ന്. കാരണം ഇവന്മാരാണ് പറഞ്ഞത് അത് നാടകമാണെന്നും, ഇവന്മാരാണ് പറഞ്ഞത് ഈ പറയുന്ന ഈ ഷാനവാസ് കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകുമെന്നും. അതുകൊണ്ട് അവർ പറഞ്ഞു തൊട്ടുപോയേക്കരുത്, നീയൊക്കെ ഇദ്ദേഹത്തെ കൊല്ലാൻ നോക്കിയില്ലേ എന്ന രീതിയിൽ അവർ പറഞ്ഞു. ഞാൻ ഇവർ പറഞ്ഞതിനോട് ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. അവന്മാരുടെ മൊക്കട്ടത്തിട്ടൊരെണ്ണം കൊടുക്കണമായിരുന്നെന്നായിരുന്നു എന്റെ ഒരു ഇത്. ഈ വൃത്തികെട്ടവന്മാര് ഇതിപ്പോ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഡ്രാമയാന്ന് പറയുമോടാ വൃത്തികെട്ടവന്മാരെ? പറയുമോ? ഈ പറയുന്ന പാൽക്കുപ്പി ഈ ആര്യൻ ഇവൻ പറയുക ഡ്രാമയാണെന്ന്. ഈ പറയുന്ന മാനിപ്പുലേഷൻ അക്ബർ പറയുകയാണ് ഡ്രാമയാണെന്ന്. ഈ പറയുന്ന കള്ളൻ, ഒരാളുടെ സങ്കടത്തെ സന്തോഷമാക്കി എടുക്കുന്ന കള്ളൻ നെവിൻ പറയുകയാണ് അത് ഡ്രാമയാണെന്ന്. ഇവനെയൊക്കെ എന്ത് പറയണം എന്റെ പൊന്നു പ്രേക്ഷകരെ? നിങ്ങൾ തന്നെ പറ. നിങ്ങൾ ഓരോരുത്തരുമാണ് ഇവന്മാരെ വോട്ട് കൊടുത്ത് ഇവന്മാര് കോമഡിയന്മാരാണ്, ഇവന്മാര് പാട്ടുകാരാണ്, ഇവന്മാരെന്തോ ഒലക്കയാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുന്നത്. നിങ്ങൾ ഇതിന് ആൻസർ പറ. അത് കഴിഞ്ഞ ശേഷം ഈ പറയുന്ന അനുമോളും അവരൊക്കെ പറഞ്ഞു ഈ സാബുമോനും അനീഷ് ഏട്ടനോട് പിടിച്ചുകൊണ്ട് പോകാൻ പറയുന്നു. അവര് കൊണ്ടുപോയി ഷാനവാസിനെ കൺവെൻഷൻ റൂമിൽ ഇരുത്തുന്നു. ഡോക്ടർമാർ വന്ന് പരിശോധിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് ഷാനവാസിനോട് പറയുകയാണ് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഷാനവാസിന് നല്ല രീതിയിൽ തന്നെ അവിടെ ഒരു ഹേറ്റ് അടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് നെഞ്ചിന് എന്തോ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ECGക്ക് എന്തോ വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഈ വൃത്തികെട്ടവനായിട്ടുള്ള നെവിൻ കാണിക്കാൻ പാടില്ലാത്തത് കാണിച്ചിട്ടുണ്ട്. അവനെ പെട്ടെന്ന് തന്നെ പുറത്താക്കണം. എന്നിട്ട് ബിഗ് ബോസ് ഇവനെ വിളിക്കുന്നുണ്ട്. ഇവൻ കൺവെൻഷൻ റൂമിൽ എല്ലാവരെ ഇരുത്തിയപ്പോ നെവിനെ വിളിച്ച് ബിഗ് ബോസ് വാൺ ചെയ്യുന്നുണ്ട്. ഇത് അവസാനത്തെ പ്രാവശ്യമാണെന്ന് അവനോട് പറയുന്നു. ഇനി നീ ഇതുപോലത്തെ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അന്നേരം നിന്നെ പിടിച്ച് പുറത്താക്കുമെന്ന് ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുന്നു. ബിഗ് ബോസ് ഇതുവരെ അവന്റെ മുമ്പിൽ ഇങ്ങനെ കണ്ണടച്ച് വിട്ടത് ഗതികേടായി മാറിയില്ലേ? ഈ അനുമോടെ സ്പേസിൽ കയറി അവൻ കാണിച്ച വൃത്തികേടുകൾ ഇപ്പൊ ഈ പറയുന്ന ഷാനവാസിനോട് കാണിക്കുന്ന കാര്യങ്ങൾ ഇനി നീ ആവർത്തിച്ചാൽ ഇറങ്ങിപ്പോകുന്നത് പോലെയല്ല ഇവിടുന്ന് ഇറക്കി വിടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അവന് വാണിംഗ് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇവരെ കൺവെൻഷൻ റൂമിൽ വിളിപ്പിച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഷാനവാസ് വന്നതിന് ശേഷം നെവിനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഈ പറയുന്ന നെവിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷാനവാസിന്റെ വിഷയം എന്താണെന്നുള്ളത് ഇനി ഓരോ നിമിഷവും പ്രേക്ഷകർ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. കാരണം ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരുടെ മുമ്പിൽ തോറ്റു പോകേണ്ട വ്യക്തിയല്ല ഷാനവാസ്. ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹത്തിന്റെ ഹെൽത്ത് അങ്ങനെ അദ്ദേഹം പുറത്തു പോകേണ്ട ഒരു വ്യക്തിയല്ല. ഇത് തന്നെയായിരുന്നു അനീഷ് പലപ്പോഴും പറയുന്നത്. അസുഖത്തിന്റെ വിഷയത്തിലോ ബോഡി സംബന്ധമായ അസുഖങ്ങളുടെ ഭാഗമായിട്ടോ ഈ പറയുന്ന ഷാനവാസ് പുറത്തു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷ് എപ്പോഴും ഈ പറയുന്ന ഷാനവാസിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നലെ ഇതേപോലെ തന്നെ നൂറയ്ക്ക് വയ്യാതിരുന്നപ്പോൾ, നൂറ ഭക്ഷണം കഴിച്ച് നൂറ വയ്യാതിരുന്നപ്പോൾ നൂറ ഛർദ്ദിക്കാൻ പോയപ്പോൾ ഇവന്മാര് പറഞ്ഞു ഇതേ കാര്യം ഡ്രാമയാണെന്ന്. ഇവന്മാർക്ക് ഈ ഡ്രാമ എന്നല്ലാതെ ഒരാളുടെ മനുഷ്യന്റെ വികാരങ്ങള്, ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥകൾ മനസ്സിലാക്കാൻ കഴിയാത്തവന്മാരല്ലയോ ഇവന്മാരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ ഫാൻസോളികളൊക്കെ ഇല്ലേ? ഈയൊക്കെ കേട്ടോ? നിങ്ങളൊക്കെ ഇത് ശ്രദ്ധിച്ചു കേട്ടോ? അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന അനീഷ് അതുപോലെ തന്നെ ഛർദ്ദിക്കുന്നു. അനീഷിന് ഗ്യാസ് കയറി, അതോടൊപ്പം തന്നെ ടെൻഷൻ കയറി. ഷാനവാസിന്റെ ആ ഒരു വിഷയം കൂടെ കേട്ടപ്പോഴത്തേന് അനീഷിന് ടെൻഷൻ കയറിയിട്ട് അനീഷ് പോയി ഛർദ്ദിക്കുന്നു. അത് കഴിഞ്ഞ് അനീഷിനെ കൺവെൻഷൻ റൂമിൽ വിളിപ്പിച്ച് ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്ത് പറഞ്ഞു വിടുന്നു. എന്താടാ ഇതൊക്കെ? ഇതുപോലത്തെ നാറിയോമാരെ നിനക്കൊക്കെ മനസാക്ഷി എന്ന് പറയുന്നത് ഉണ്ടോ? എനിക്കതാ നിങ്ങളോട് ചോദിക്കാനുള്ളത്. പെട്ടെന്ന് ഈ നാറികളെ പിടിച്ച് പുറത്താക്കിക്കൂ. ഇല്ല എങ്കിൽ ആ ഷോയിൽ അത്രമാത്രം എന്താ പറയാ വെറുത്തു പോകുന്ന രീതിയിലാണ് ഇവന്മാർ ഇന്ന് കാണിച്ചത്. ഒരാളുടെ അസുഖത്തെ ഡ്രാമയാണെന്ന് പറഞ്ഞവന്മാര്, ഒരാൾ വീട് കിടക്കുമ്പോൾ അദ്ദേഹത്തെ എടുത്തു പൊക്കി കൊണ്ടുപോയി ആ കൺഫെഷൻ റൂമിൽ കൊണ്ടുപോകാൻ പറ്റാത്ത മറ്റവന്മാര്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതൽ പറഞ്ഞാൽ അങ്ങ് അധികപ്പറ്റായി പോകും. എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായി കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.